ഇംഗ്ലണ്ടിലേക്കുള്ള വർക്ക് വിസ തട്ടിപ്പിൽ കുടുങ്ങിയിരിക്കുന്നത് 100-ലടുത്ത് മലയാളികളാണ്. കാനഡയിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് സംസ്ഥാന വ്യാപകമായി കോടികൾ തട്ടിയ പ്രതികൾ പിടിയിൽ. ബാങ്ക് താല്പര്യമോ ആവശ്യമില്ലാതെ പ്രവർത്തിക്കുന്ന എഡ്യൂക്കേഷണൽ റിക്രൂട്ട്മെന്റ് ഏജൻസികളാണ് തട്ടിപ്പ് നടത്തുന്നത്. ദേശജോലി വാഗ്ദാനം ചെയ്ത് കൊടും വഞ്ചന. പലർക്കും നഷ്ടമായത് കോടികൾ മുതൽ ലക്ഷങ്ങൾ വരെ. നീ എന്താ സീരിയസ് ആയിട്ട് എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞേ? അന്ന് നീ കാനഡയിൽ പോവാനായിട്ട് ഒരു കൺസൾട്ടൻസിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അതെന്തായി? അതൊരു തട്ടിപ്പ് കമ്പനിയായിരുന്നു. എന്റെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് ഒക്കെ വാങ്ങിയിട്ട് അവന്മാര് പറ്റിച്ച്. കാനഡ കാണിക്കാ പറത്തിവിടാ എന്നൊക്കെ പറഞ്ഞ് കാശ് വാങ്ങി അന്വേഷിച്ചപ്പോ കാനഡയും ഇല്ല, കൺസൾട്ടൻസിയും ഇല്ല. ഷോ, എല്ലായിടത്തും തട്ടിപ്പാണല്ലോ. നീ ഇപ്പൊ ഏതിലാ വിശ്വസിക്കാൻ പറ്റുക? നിന്റെ ഒരു പഴയ കസിൻ ഉണ്ടായിരുന്നില്ലേ? പുള്ളി ഇപ്പൊ കാനഡയിലല്ലേ? കാനഡയിലല്ല, ന്യൂസിലാൻഡിലാ. നിനക്ക് ആ പുള്ളിയോടൊന്ന് ചോദിച്ചൂടെ? വിളിച്ചു നോക്കാല്ലേ? വിളിച്ചു നോക്ക്. ഞാൻ ഒരു കാര്യത്തിന് വിളിച്ചതാ. എന്താ കല്യാണം വല്ല ആയോ? ഏയ്, അതൊന്നുമല്ല. പിന്നെ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പോ 3-4 മാസമായി നിൽക്കാൻ തുടങ്ങിയിട്ട്. പുറത്ത് വല്ല കോഴ്സ് നോക്കിയാലോ എന്ന് ആലോചിക്കുക. ഇവിടെ ഇപ്പോ കൺസൾട്ടൻസി ഒക്കെ കൂണുപോലെയാ. ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. മുക്കാലും തട്ടിപ്പാ. അപ്പോ ചേട്ടന്റെ അറിവിൽ ഏതെങ്കിലും കൺസൾട്ടൻസി? ഒന്നും നോക്കണ്ട, നേരെ ജൂബി റിച്ചിലോട്ട് വിട്ടു. ജൂബി റിച്ചോ? 10 വർഷം മുമ്പ് തെടിത്തിരിഞ്ഞ് നടന്നവനാ ഞാൻ. ജൂബി റിച്ച എനിക്കൊരു ഫ്യൂച്ചർ ഉണ്ടാക്കി തന്നത്. ട്രസ്റ്റഡ് ആണല്ലോ അല്ലേ? എടി 10-25 കൊല്ലത്തെ പാരമ്പര്യമുണ്ട് ജൂബി റിച്ചിന്. വിശ്വസിച്ചു പോകാം, ഞാൻ തന്നെ ഗ്യാരണ്ടി. ഓ, ജൂബി റിച്ച്. ഓക്കെ, ജൂബി റിച്ച്. I am Colonel Eldo Poulos, retired from the Indian Army, and I am presently working as a Chief Operating Officer at Jubee Rich Consultancy, Kochi. Established in the year 1999 with its headquarters in New Zealand and corporate office in Kochi, Jubee Rich today provides its services for more than 40,000 courses in 4,000 plus universities which are spread across 40 plus countries. Our mission continues to be striving to help the young generation and the student community as such in the pursuit for higher education across best universities in the world. എന്റെ അക്കാഡമിക് ഡീറ്റെയിൽസും കൊടുത്തതിന് ശേഷം ആദ്യം ഞാൻ പോയത് കൗൺസിലിംഗ് സെക്ഷനിലേക്കാണ്. അവിടെ എനിക്ക് വിവിധതരം കോഴ്സുകളെ കുറിച്ചും അത് ഏതൊക്കെ രാജ്യങ്ങളാണ് ഉള്ളതെന്നും വിവരിച്ചു തന്നു. എൻ്റെ പേര് ഗണേഷ്. ഞാൻ ഇവിടുത്തെ ഡോക്യുമെൻറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്, സ്പെഷ്യലൈസിങ് ഇൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് ആൻഡ് വിസ ഇൻ്റർവ്യൂവിന് ട്രെയിനിങ് കൊടുക്കാനായിട്ട്. സ്വന്തമായിട്ട് ഒരു കുട്ടി അപ്ലൈ ചെയ്ത് പോകുമ്പോൾ കുറേ ഡ്യൂറേഷൻ എടുക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ ഓപ്ഷൻസ് ചൂസ് ചെയ്യണം ഒക്കെ കുറേ കൺഫ്യൂഷൻ ഉണ്ടാവും. അവിടെയാണ് ഒരു ഏജൻസിയുടെ ഒരു ഹെൽപ്പ് വരുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇൻ്റർവ്യൂന്ന് ഒരു കുട്ടിക്ക് റെസ്പോൺസ് കിട്ടുന്ന 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച എടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്തുനിന്ന് വരുമ്പോൾ വിതിൻ 2 or 3 ഡേയ്സിലായിരിക്കും നമുക്ക് ആപ്ലിക്കേഷൻ്റെ റെസ്പോൺസ് കിട്ടുന്നത്. കൗൺസിലേഴ്സാണ് ഒരു മേജർ ഗേറ്റ് വേ. കൗൺസിലേഴ്സാണ് ഒരു സ്റ്റുഡൻറ്റ് വരുമ്പോൾ ഏതൊക്കെ കോഴ്സസ് ഉണ്ട്, അതായത് ഒരു കുട്ടിയുടെ ചരിത്രം ഇൻ ദ സെൻസ് ക്വാളിഫിക്കേഷൻസ് നോക്കിയിട്ട് ആ കുട്ടിക്ക് ചിലപ്പോൾ ഒരു കോഴ്സ് മൈൻഡിൽ ഉണ്ടാവാം. സപ്പോസിങ് അത് വർക്കൗട്ട് ആയില്ലെങ്കിൽ വേറെ എവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വേറെ ഏത് ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ പറ്റുന്നുള്ള കൗൺസിലറാണ് ഡിസൈഡ് ചെയ്യുന്നത്. സോ ഇവിടെ ആദ്യമായിട്ട് ഒരു സ്റ്റുഡൻറ്റ് വരുന്നത് കൗൺസിലറുടെ അടുത്താണ്. ആ കൗൺസിലറാണ് ആ സ്റ്റുഡൻറ്റിനെ വഴികാട്ടിയായിട്ട് ത്രൂ ഔട്ട് ദി ജേർണി. അതിനുശേഷമാണ് വരുന്ന ഈ SOPയും ഈ വിസ ഇൻ്റർവ്യൂ ട്രെയിനിങ് ഒക്കെ വരുന്നത്. അവിടേക്കാണ് ഞാൻ ഹെൽപ്പ് ചെയ്യുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസസ് ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ആണ്, ബേസിക്കലി ഒരു ജാതകം പോലെ. ഒരു സ്റ്റുഡൻറ്റ് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾക്ക് അവരുടെ അടുത്ത് ആകെ പറയുന്നത് വെച്ചാൽ കമൻ വിത്ത് യുവർ ഡോക്യുമെൻറ്റ്സ്, നിങ്ങളുടെ ഡിസൈഡ് കോഴ്സ് ഏതാണ്, ഡിസൈഡ് യൂണിവേഴ്സിറ്റി ഏതാണെന്നുള്ളൊരു ഐഡിയയിലും ബാക്കിയുള്ള എല്ലാ ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സിങ്ങും we help them with it, so they are trouble free. Visa interview training again ഈ പറഞ്ഞ പോലെ ആ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പേർപ്പസ് ഡോക്യുമെൻ്റ് പോലെ തന്നെ വിസ ഇൻ്റർവ്യൂ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ജെന്യൂൻ ആയിട്ട് പഠിക്കാൻ പോകുന്ന ഒരു സ്റ്റുഡൻ്റ് ആണോ, നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, കേപ്പബിലിറ്റി എന്താണ്, അതിനുശേഷം നമ്മൾ ആ കോഴ്സിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയുന്നുണ്ടോ, നമ്മൾ എത്രമാത്രം നമ്മുടെ ജെന്യൂനിറ്റി അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് ഈ വിസ ഇൻ്റർവ്യൂ. Completely will be in English, so we give training back to back
ഇവിടുന്ന് തന്നെ കൗൺസിലറിൽ നിന്ന് നമ്മുടെ ഹയർ ആൻഡ് ചെയർമാൻ വരയ്ക്കും മാറി മാറി ട്രെയിനിങ് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ വിസ ഇൻ്റർവ്യൂ ട്രെയിനിങ്. നമുക്ക് ട്രെയിനിങ് കൊടുത്ത് ശീലമുള്ളതുകൊണ്ട് ഇൻ്റർവ്യൂ പാനൽ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും എന്നുള്ളൊരു ഐഡിയ നമുക്കുണ്ട്. ഒരു ഫ്രഷർ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ് ട്രെയിനിങ് ഇല്ലാതെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു സിറ്റുവേഷനിൽ ഇട്ടിട്ടായിരിക്കും ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റ് ഒരു പ്രത്യേക സിറ്റുവേഷൻ കൊടുക്കും. ആ സിറ്റുവേഷൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്ന ഒരു ചോദ്യമായിരിക്കും വരുന്നത്. ഇങ്ങനത്തെ ഒരു ചോദ്യത്തിനൊക്കെ ഒരു കുട്ടി അവർ ചിലപ്പോൾ തയ്യാറായിരിക്കില്ല. സോ വി ഗിവ് ദം ട്രെയിനിങ് ബിഫോർ ഹാൻഡ് സോ ദാറ്റ് ദേ ആർ റെഡി. ഒരു ഷെഡ്യൂൾഡ് ഇൻ്റർവ്യൂ ടൈം ആകുമ്പോഴത്തേക്ക് അവർ റെഡി ആയിരിക്കും. കൗൺസിലിംഗ് സെക്ഷൻ കഴിഞ്ഞ് കൺട്രി മാനേജറുമായാണ് സംസാരിച്ചത്. ഞാൻ തിരഞ്ഞെടുത്ത രാജ്യത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അക്കോമഡേഷൻ, മറ്റ് ഫെസിലിറ്റീസ് എന്നിവയെക്കുറിച്ചും അവരിൽ നിന്നും അറിയാൻ സാധിച്ചു. I am Beena Krishnan. I am senior consultant of Jubilee Consultancy. Mainly I am working in the SOP department. പലപ്പോഴും നമ്മൾ കാണുന്ന റിജക്ഷൻ അല്ല ഡിക്ലൈൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പേർപ്പസിൽ നമുക്ക് വ്യക്തമായി കാര്യങ്ങൾ സ്റ്റേറ്റ് ചെയ്യാൻ വയ്യാത്ത ഘട്ടങ്ങളിലാണ് കൂടുതലും റിജക്ഷൻ വരുന്നത്. സോ ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഡോക്യുമെൻ്റ് ആണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പേർപ്പസ് എന്ന് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പേർപ്പസിലൂടെയാണ് ഒരു സ്റ്റുഡൻറ്റ് വിസ ഓഫീസറെ കൺവിൻസ് ചെയ്യുന്നത് ദാറ്റ് ഐ ആം എ ജെന്യുവിൻ സ്റ്റുഡൻറ്റ്. കാര്യം എനിക്ക് കറക്റ്റായ പ്രീവിയസ് എഡ്യൂക്കേഷനും എക്സ്പീരിയൻസും ഉണ്ട്. ഞാൻ എടുക്കാൻ പോകുന്ന കോഴ്സിനെക്കുറിച്ചും രാജ്യത്തെക്കുറിച്ചും യൂണിവേഴ്സിറ്റിയെക്കുറിച്ചും വ്യക്തമായി ഞാൻ പഠിച്ചിട്ടുണ്ട്. ഈ പഠിച്ചു കഴിഞ്ഞാലുള്ള കരിയർ പ്ലാൻ എന്താണ് എന്ന് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പേർപ്പസിൽ വ്യക്തമായി പറയും. എനിക്ക് കിട്ടാൻ പോകുന്ന സാലറി എത്രയാണെന്ന് ഞാൻ പറയും. എൻ്റെ മോട്ടിവേഷൻ എന്താണ്, എൻ്റെ കൺസേൺസ് എന്താണ് എന്നെല്ലാം വ്യക്തമായി ഡീറ്റെയിൽ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പേർപ്പസ്. ഐ ഹാവ് സെഡ് ദാറ്റ് ഐ ഹാവ് ബീൻ ഹിയർ ഫോർ ദ ലാസ്റ്റ് 25 years. ഒരു കമ്പനി എന്നതിനേക്കാൾ ഉപരി വി ആർ എ ജൂബി റിച്ച് ഫാമിലി. ഒരു ഫാമിലിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രതീതിയാണ് എനിക്ക് ഉണ്ടാകുന്നത്. തുടക്കത്തിൽ സ്റ്റുഡൻറ്റ് വിസയിൽ യാത്ര ചെയ്യുന്നവർ വളരെ കുറവായിരുന്നു. കൂടുതലും മറ്റുള്ള പ്രൊഫഷണൽ പ്രത്യേകിച്ചും നേഴ്സസൊക്കെയാണ് ട്രാവൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് വിസയുടെ സക്സസ് റേറ്റ് കൂടുതലായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കറണ്ട് സ്റ്റേജിൽ 2024 നിൽക്കുമ്പോഴത്തേക്കും സ്റ്റുഡൻറ്റ് വിസയിൽ ട്രാവൽ ചെയ്യുന്നവരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ റിയലി ഇറ്റ് ഈസ് എ വെരി ഹ്യൂജ് നമ്പർ, ഹ്യൂജ് വോളിയമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള സ്ക്രീനിങ്ങും അതിനനുസരിച്ചുള്ള ഇവാലുവേഷനും ഒക്കെ കൂടുതലായിരിക്കും ഇമിഗ്രേഷൻ്റെ പാർട്ടിലും അതുപോലെ തന്നെ ഒരു യൂണിവേഴ്സിറ്റിയുടെ കേസിലും. അടുത്തത് ഡോക്യുമെന്റേഷൻ സെക്ഷനിലേക്കാണ് പോയത്. എൻ്റെ ഡോക്യുമെന്റ്സ് എല്ലാം വെരിഫൈ ചെയ്ത് അവർ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ പേര് രജിത, ജൂബിലിൻ്റെ ട്രാവൽ ഡെസ്ക് മാനേജറാണ്. നമ്മൾ സ്റ്റുഡൻറ്റ് വന്നു കഴിഞ്ഞ് അവരുടെ അഡ്മിഷൻ ഓക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നീട് വേണ്ട ഇൻഷുറൻസ്, മെഡിക്കൽ തൊട്ട് അവരോട് ട്രാവൽ ചെയ്യുന്നുള്ള കാര്യങ്ങൾ, അവരുടെ അക്കോമഡേഷൻ, എയർപോർട്ട് പിക്കപ്പ്, ഫ്ലൈറ്റ് ടിക്കറ്റ്, ട്രാവൽ റിലേറ്റഡ് ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെ വേണം, അങ്ങനെ അവിടെ ചെന്ന് അവർക്ക് PR കിട്ടുന്ന വരെയുള്ള അസിസ്റ്റൻസ് ആണ് ട്രാവൽ ഡെസ്ക് കൊടുക്കുന്നത്. ഒരു ഓഫർ ലെറ്റർ വന്ന് കഴിയുമ്പോൾ തൊട്ട് പിന്നീട് അവർക്കുള്ള അക്കോമഡേഷൻ്റെ സെർച്ചിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഇവിടുന്ന് പോകുന്ന സമയം തൊട്ട് ഇവർക്ക് എന്തെങ്കിലും ഫ്ലൈറ്റ്സിൽ ഇഷ്യൂസ് വന്നാലും നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞ് അവർ കോളേജിലേക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, അതുകൂടാതെ അവർക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവർ ഫസ്റ്റ് ഇനിഷ്യൽ അവർ മീറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, അങ്ങനെയുള്ള അവരുടെ സ്റ്റഡി ടൈമിലുള്ള ഇഷ്യൂസ്, അവരുടെ കോളേജിൽ അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ, അവർക്ക് PR കിട്ടുന്ന വരെയുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്തു കൊടുക്കും. യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ ഉണ്ട്, അത് വേണമെങ്കിൽ കുട്ടികൾക്ക് എടുക്കാം. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ ഔട്ടർ ഉള്ള അക്കോമഡേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. ഇനിയുള്ള പ്രധാന കടമ്പ പോകാൻ ഉദ്ദേശിക്കുന്ന രാജ്യത്തെ ഭാഷ പഠിച്ചെടുക്കലാണ്. അതിനെന്നെ സഹായിക്കാനായി ജുബിറിച്ചിന് സ്വന്തമായി ലാംഗ്വേജ് അക്കാഡമിയുമുണ്ട്. I'm Shireen. Welcome to Jubilee Academy. I'm the principal here. We offer coaching and training online as well as offline for all proficiency tests, and primarily we focus on English and German. Something different and special about Jubilee Academy is that we take a small amount as a coaching fee, but upon visa approval, it is refunded. Meaning, you theoretically study for free with us. ഒരു കുട്ടിക്ക് ഇപ്പോൾ പുറത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം പ്രൊഫഷ്യൻസി ടെസ്റ്റ് കോഴ്സ് കാണിക്കേണ്ടതായിട്ടുണ്ട്. എസ്പെഷ്യലി ഇഫ് യു ആർ ഗോയിങ് ടു ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്റ്റഡി ഡെസ്റ്റിനേഷൻസ്, യു വുഡ് ഐദർ റിക്വയർ an IELTS or a PTE or even a TOEFL score. 1999 ഇൻസെപ്റ്റ് ചെയ്തൊരു സ്ഥാപനം. സോ over 1.5 lakh have easily, comfortably with great scores traveled through us. ഏതൊരു പ്രൊഫഷ്യൻസി ടെസ്റ്റ് എടുത്താലും നമുക്ക് 4 മോഡ്യൂൾസ് കവർ ആവും. അതിൻ്റെ ബേസിസിലായിരിക്കും നമ്മുടെ ഒരു ഓവറോൾ അല്ലെങ്കിൽ അഗ്രിഗേറ്റ് സ്കോർ വീഴുന്നത്. സോ നമ്മൾ സ്പെസിഫിക്കലി സ്പീക്കിംഗ്, റൈറ്റിംഗ്, റീഡിംഗ് ആൻഡ് ലിസ്ണിങ്ങിന് വേണ്ടുന്ന കോച്ചിങ് കൊടുക്കുന്നുണ്ട്. വി ഓപ്പൺ അപ്പ് അറ്റ് 9 AM. നമ്മൾ 9 AM to 10 AM ഒരു ഫ്രീ സെഷൻ എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന കോഴ്സൊന്നും ഇല്ലാതെ എല്ലാ കുട്ടികൾക്കും ഒരു ക്ലാസ് റൂമിൽ വന്ന് എല്ലാ ടീച്ചേഴ്സിൻ്റെയും ബെനിഫിറ്റ്സ് റീപ്പ് ചെയ്യാൻ പറ്റും.
So if the class is handled on Monday by me, on Tuesday it is another subject matter expert. And throughout the week we have it. Saturdays we have the Huddle House, where mostly we have experts from outside who join the panel and train our students. These are all free workshops that we do. And the class timing is basically from 10 to 1 in the afternoon. നമ്മളിവിടെ ജർമ്മൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, ലെവൽസ് A1, A2, B1 ആൻഡ് B2. ഇൻഫാക്ട് ദ കോഴ്സ് ഈസ് ഓഫർഡ് ഓൺലി അറ്റ് 54,000 ബിക്കോസ് നമ്മുടെ 25th ഇയർ ആണ്, 25% ഓഫ് ഉണ്ട്. ഏതൊരു ലാംഗ്വേജ് പഠിച്ചെടുക്കാനും നമുക്ക് മിനിമം ഒരു 45 ഡേയ്സ് വേണം. പല ലെവൽസിലായിരിക്കും നമ്മൾ പഠിക്കുന്നത്. സോ യു സ്റ്റാർട്ട് ഔട്ട് ആസ് എ ബേസിക് ലേണർ, move on and become an intermediate learner, and then you get some advanced skills under your belt. പുതിയൊരു കൾച്ചറിലേക്ക് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ആവണം എന്നുണ്ടെങ്കിൽ പ്രൈമറിലി നമ്മുടെ തോട്ട്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അതാത് രാജ്യത്തിൻ്റെ ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്ന അക്സെപ്റ്റബിൾ ആയിട്ട്, വൈഡ്ലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് പിക്ക് ചെയ്യുക എന്നുള്ള അത്യാവശ്യമാണ്. സോ വി എക്വിപ്പ് our students so that wherever they travel, if they have to use German or English, they are sorted. So we take care of the basic needs. ഞാൻ അവരുടെ അക്കാഡമിയിൽ IELTS-ന് ജോയിൻ ചെയ്തു. ലാംഗ്വേജ് ഇംപ്രൂവ് ആകാൻ ഇവിടുത്തെ മിസ് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഐ എം ഷാനി ചാൾസ്, IELTS ട്യൂട്ടർ, ജുബിറിച്ച് അക്കാഡമി. നമ്മളിപ്പോൾ ഇവിടെ കണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ IELTS-ന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു സമയത്തൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ലാസ്റ്റ് മിനിറ്റ് വന്നൊരു IELTS സെഷൻ വന്ന് നമ്മളിപ്പോൾ കാണുന്ന വെച്ചാൽ ദേ ആർ നോട്ട് അറ്റ് ഓൾ അവെയർ ഓഫ് ഹൗ മച്ച് ഇമ്പോർട്ടൻ്റ് ആണ് IELTS. നമ്മളൊരു അബ്രോഡിലേക്ക് പോകുമ്പോൾ IELTS എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളൊരു ക്ലാരിറ്റി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാരണം IELTS is somewhat like really the entrance exam, your gateway to go abroad. അപ്പോൾ നമ്മൾ ആ ഒരു സീരിയസ്നെസ്സിലാണ് IELTS-നെ അപ്രോച്ച് ചെയ്യേണ്ടത്. സോ ആസ് യു ഓൾ നോ, IELTS ഹാസ് ഡിഫറെൻറ്റ് മോഡ്യൂൾസ്, 4 മോഡ്യൂൾസ്. ആ 4 മോഡ്യൂൾസും നമ്മൾ ആ 4 രീതിയിലാണ്. വാട്ട് യു ടീച്ച് ആൻഡ് സ്റ്റഡി ഇൻ സ്കൂൾസ്, വി ജസ്റ്റ് ടീച്ച് ദം to read, write and to comprehend something. IELTS എന്ന് പറയുമ്പോൾ ആക്ച്വലി വി ആർ ഡൈവിങ് ഇൻ ടു ദ ഡെപ്ത് ഓഫ് ദ ലാംഗ്വേജ്. ഞങ്ങൾ ശരിക്കും പ്രാക്ടിക്കൽ സ്റ്റഡീസിലാണ് കൂടുതൽ എംഫസിസ് കൊടുക്കുന്നത്. ഇങ്ങോട്ട് വന്ന് നാളെ അവർ നന്നാക്കി കളയാന്നുള്ളതല്ല. അവർക്ക് എവിടെയാണോ അവർക്ക് ഇച്ചിരി സപ്പോർട്ട് വേണ്ടത്, അവർക്ക് എവിടെയാണോ അവർ ഇച്ചിരി ബാക്ക്വേർഡായിട്ടിരിക്കുന്നത്, നമ്മൾ അവർക്ക് അതിനാവശ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുത്ത്, പ്രാക്ടിക്കൽ മെറ്റീരിയൽസ് കൊടുത്ത്, ഓരോ കറക്ഷൻസും, പേഴ്സണൽ അറ്റൻഷൻ, അല്ലെങ്കിൽ എക്സ്ട്രാ അവേഴ്സ് കൂടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അറ്റ് എനി ടൈം ദേ ക്യാൻ കോൾ us and practice with us. So we work as a team. അതാണെന്ന് തോന്നുന്നു നമുക്ക് ജൂബിറിച്ചിൽ നിന്ന് മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതെന്ന് കരുതുന്നു. സോ വി വർക്ക് ആസ് എ ടീം. Hi, my name is Ajay Raj. I'm an aspirant to go abroad, and I did my IELTS from Jubireach Academy, and I had a very good experience when I did my course over here. I came to Jubireach to pursue my IELTS so that I'm able to move abroad to pursue my higher studies. So currently, because I scored good marks, I got an opportunity to do an internship over here. So I'm currently an IELTS mentor for all the students who are currently preparing for their exams. When you come for an IELTS at Jubireach, we learn the basics of reading, writing, speaking and listening, and then once we understand where your strengths and weaknesses are, we concentrate more on those areas and then we work more to achieve those. So some of the things that I did to improve my language was like constantly practice my speaking abilities, and then I listened to a lot of audios in different speeds, and then I practiced a lot of different accents as well, and I also got a lot of tips and suggestions on how to improve my writing skills as well. Jubireach has helped me a lot to improve my language because I was very scared for my reading exams and writing modules, but a lot of confidence and a lot of practice sessions were provided to me, and then I was able to improve my skills and boost my confidence to face my exams. മലയാളം മീഡിയത്തിൽ പഠിച്ച കുട്ടികൾക്ക് പൊതുവെ ഇംഗ്ലീഷ് ടഫായിട്ട് തോന്നാറുണ്ട്. സോ ജൂബിറിച്ചിൽ ഞങ്ങളിവിടെ ചെയ്യുന്നത് വി ഹെൽപ് ദം ടു ഓവർകം ദെയർ ഫിയർ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. വി ഗിവ് ദം ബേസിക് ടിപ്സ് ഓൺ ഹൗ ടു ഫീൽ മോർ കോൺഫിഡൻറ്റ്, ഓൺ ഹൗ ടു ഇംപ്രൂവ് ദെയർ സ്പീക്കിംഗ്, reading and listening abilities as well. So we give a lot of practice sessions so that they feel more confident and they feel at ease so that they are able to speak. And we also practice with different trainers so that they are comfortable speaking to different people as well. So this helps them to boost their confidence and improve their writing, reading, listening and speaking skills as well. So when a student achieves all this, they're more confident to give their exam and achieve good grades as well. IELTS-ന് പുറമെ PTE ട്രെയിനിങ്ങും ജൂബിറിച്ച് നൽകുന്നുണ്ട്. IELTS-ഉം PTE-യും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ IELTS കുറച്ചും കൂടി ഹ്യൂമൻ ബേസ്ഡ് ആണ്, ആൻഡ് ഹിയർ ഇൻ PTE we have computer based analysis. Every analysis is done by the AI. IELTS-ൽ വരുന്ന പോലെ തന്നെ 4 സെക്ഷനാണ് നമുക്ക് PTE-യിലും ഉള്ളത്. അറൌണ്ട് ടൈം വരുമ്പോൾ 2 hours 10 minutes ആണ് വരിക.
IELTS പോലെ തന്നെ PTയും ഓവറോൾ എല്ലാ കൺട്രീസിലും തന്നെ അക്സെപ്റ്റഡ് ആണ്. ആൻഡ് നമുക്ക് 90ലാണ് ഓവറോൾ സ്കോർ വരുന്നത്. ഇതിൽ IELTSലെ പോലെ തന്നെ 4 സെക്ഷനിലായിട്ടും 90 സ്കോർ ഈച്ച് ആണ് വരുന്നത്. IELTS ക്രാക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവർക്ക് PT ആയിരിക്കും കുറച്ചും കൂടെ എളുപ്പം. ബിക്കോസ് നമുക്ക് അത്യാവശ്യം ടൈപ്പിംഗ് സ്പീഡും ഒരു അനലിറ്റിക്കൽ സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് IELTSനെക്കാട്ടിലും ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത് PT ആയിരിക്കും. ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളിലല്ലാതെ യൂറോപ്യൻ കൺട്രികളിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നവർക്ക്, പ്രത്യേകിച്ചും ധാരാളം പബ്ലിക് യൂണിവേഴ്സിറ്റികളുള്ള ജർമ്മനിയിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനുള്ള സൗകര്യവും ജൂബിറിച്ചിലുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അവരുടെ അങ്ങോട്ട് വരുന്ന ആൾക്കാരുടെ അളവൊക്കെ ലിമിറ്റ് ചെയ്യുന്നത്. പക്ഷേ ജർമ്മൻ അങ്ങനെയല്ല. കൺസിഡറബിളി ഭാഷ പഠിച്ചാൽ മാത്രമേ നമുക്കൊരു ഇതുള്ളൂ. ലാംഗ്വേജ് വളരെ പാടുള്ളതല്ല. അത്യാവശ്യം നമുക്കൊരു ആവറേജ് സ്റ്റുഡൻറ്റിന് പഠിച്ചെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഫ്രീ എഡ്യൂക്കേഷൻ ആണ്. അങ്ങനെ കുറേ പോസിബിലിറ്റീസ് ജർമ്മനിയിലുണ്ട്. ഇപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് അറിയാവുന്ന ആൾക്ക് പാടാ എന്ന് പറയുന്നത് പോലെ തന്നെ എളുപ്പമാണ്. മീൻസ് ലെറ്റേഴ്സ് സിമിലർ ആണ്. ABCD തന്നെയാണ് ജർമ്മനിൽ ഫോളോ ചെയ്തത്. കുറച്ച് വാക്കുകൾ സിമിലർ ആണ്. അതുകൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് ക്യാപ്ചർ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ജർമ്മനിയിൽ. ഇവിടെ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് ഫ്രീ എഡ്യൂക്കേഷനാണ്. ഫ്രീ എഡ്യൂക്കേഷനും ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനാണ്. എഡ്യൂക്കേഷൻ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കൺട്രിയാണ് ജർമ്മനി. അപ്പോൾ അവിടെ പോയി പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ലെവലിലോട്ട് എത്തിയെന്ന് അതിൻ്റെ അർത്ഥം. എൻ്റെ അബ്രോഡ് സ്റ്റഡീസിന്റെ കാര്യം സെറ്റായി. ഇനി നിങ്ങളുടെ അബ്രോഡ് സ്റ്റഡി ഡ്രീം ഫുൾഫിൽ ചെയ്യാനായി ഈ വരുന്ന ഓഗസ്റ്റ് 10 ജൂബിറിച്ച് നടത്തുന്ന അഡ്മിഷൻ ഡേയിലേക്ക് പങ്കെടുക്കാവുന്നതാണ്. 40-ൽ പരം കൺട്രീസിൽ നിന്നും 4000-ൽ പരം യൂണിവേഴ്സിറ്റീസിന്റെ കോഴ്സുകളുടെ ഓപ്ഷൻസ് അറിയാൻ സാധിക്കും. രജിസ്ട്രേഷനും പ്രൊഫൈൽ അസസ്മെന്റും തികച്ചും ഫ്രീ ആണ്. ഫ്രീ യൂണിവേഴ്സിറ്റി അഡ്മിഷൻസിനോടൊപ്പം ഓഫർ ലെറ്റർ സ്പോട്ടിൽ കിട്ടും. അതോടൊപ്പം ഫ്രീ IELTS, PTE, TOEFL കോച്ചിങ്ങും ലഭ്യമാണ്. വിസ അപ്രൂവൽ കിട്ടാനായി ഫ്രീ കൺസൾട്ടേഷൻ വിത്ത് ലൈസൻസ്ഡ് ഇമിഗ്രേഷൻ അഡ്വൈസറും ലഭ്യമാണ്. ITR, ലോൺസ്, മണി റിലേറ്റഡ് എല്ലാ സംശയങ്ങൾക്കും ബാങ്ക് എക്സ്പേർട്സിന്റെ സ്പെഷ്യൽ ഡെസ്കും ഉണ്ടായിരിക്കും. പിന്നെ ജൂബിറിച്ചിലൂടെ യാത്ര ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ഫ്രീ ലാപ്ടോപ്പും നൽകുന്നു. അപ്പോൾ എല്ലാവരും ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക.